ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എങ്കിൽ നമുക്ക് ഇന്നൊരു കഥ പഠിച്ചാലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ ഏതാണെന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ഒരു പൂച്ചയും അഹങ്കാരിയായ ഒരു കഴുതയുടെയും കഥയാണ് കേട്ടോ. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. അങ്ങനെ ഒരിക്കൽ കാട്ടിൽ ഒരു പൂച്ചയും ഒരു കഴുതയും സുഹൃത്തുക്കളായിരുന്നു. കഴുതയ്ക്കാണെങ്കിൽ തൻ്റെ ശക്തിയിൽ വലിയ അഹങ്കാരമായിരുന്നു. അവൻ എപ്പോഴും പൂച്ചയെ കളിയാക്കുമായിരുന്നു. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? നീ എത്ര ചെറുതാണ്, എനിക്ക് ഒരു വലിയ ചാക്ക് ചുമക്കാൻ കഴിയും, നിനക്കോ? കഴുത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പൂച്ച ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ അവര് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സംസാരിച്ചും അങ്ങനെ പുകഴ്ത്തിയും കുറച്ച് പറഞ്ഞും ഒക്കെ ഇങ്ങനെ പോവാണേ. ഇങ്ങനെ ഒരു ദിവസം അവരൊരു പുഴയുടെ മറുകരയിൽ എത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവര് ആ പുഴയ്ക്ക് അരികിലേക്ക് സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നേ. ഇങ്ങനെ നടന്ന് ആ പുഴയുടെ അരികത്ത് എത്തി. അപ്പോഴുണ്ടല്ലോ, ആ പുഴ ആ മറുകരയിലേക്ക് കടക്കണമെങ്കിൽ ഒരു മരത്തടിയിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പം ഇത് കണ്ടപ്പോൾ കഴുതയ്ക്ക് ഭയങ്കര ആവേശമായി. കഴുത എന്നാ ചെയ്തതെന്ന് വെച്ചോ, ആദ്യം തന്നെ കയറി ഭയങ്കര ആവേശത്തോടെ മരത്തടിയിലൂടെ ഇങ്ങനെ നടക്കുവാണേ. അപ്പം ഉണ്ടല്ലോ, കഴുതയുടെ ഭാരം കാരണേ മരത്തടി അങ്ങ് വളയാൻ തുടങ്ങി. പകുതി എത്തിയപ്പോൾ കഴുത പേടിച്ചു വിറച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നു. അപ്പോൾ പൂച്ച എന്താ ചെയ്തതെന്നറിയോ? പൂച്ച ഇങ്ങനെ പതുക്കെ മരത്തടിയിലൂടെ നടന്ന് മറുഭാഗത്തെത്തി. എന്നിട്ട് പൂച്ച വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരാ, ഭാരം കുറച്ച് സാവധാനം ചൂട് വെച്ചു നടക്കൂ, അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും. അങ്ങനെ കഴുത വളരെ കഷ്ടപ്പെട്ട് നടന്ന് എങ്ങനെയോ മറുകരയിൽ എത്തിയ ഉടനെ അവൻ പൂച്ചയോട് പറഞ്ഞു, ക്ഷമിക്കണം കൂട്ടുകാരാ, വലിപ്പമല്ല കാര്യമെന്നും ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടെന്നും എനിക്കിപ്പോഴാണ് മനസ്സിലായി. അങ്ങനെ അവർ സുഹൃത്തുക്കളായി വീണ്ടും കുറേ കാലം ജീവിച്ചു. ഈ കഥ പറയുന്ന ഗുണപാഠം എന്താണെന്നറിയാവോ? ആരെയും അവരുടെ വലിപ്പത്തിൻ്റെ പേരിൽ കുറച്ച് കാണരുതെന്ന. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? എങ്കിലേ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്നാ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.